എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഒഡേല 2 എന്ന സിനിമയെക്കുറിച്ചാണ്. അശോക് തേജ സംവിധാനം ചെയ്ത് തമന്ന ഭാട്ടിയ പ്രധാന റോളിലെത്തി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ തെലുങ്ക് സിനിമയാണ് ഒഡേല 2. ചിത്രത്തിന് IMDbയിൽ 8.5 റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ അഡ്വഞ്ചർ ക്രൈം ഡ്രാമ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിൽ സർപ്രൈസായി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ഡിപ്ലോമാറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. ജോൺ എബ്രഹാം നായകനായി ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും മാർച്ച് മാസം തിയേറ്ററിലേക്ക് എത്തിയ ഡ്രാമ ത്രില്ലർ ഹിന്ദി സിനിമയാണ് ഡിപ്ലോമാറ്റ്. തിയേറ്ററിൽ നിന്നും ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മെയ് 9 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യും. അടുത്ത അപ്ഡേറ്റ് അസ്ത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. ഷാൻ, നിരഞ്ജിനി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി അരവിന്ദ് രാജഗോപാൽ സംവിധാനം ചെയ്ത് മാർച്ച് മാസം പുറത്തിറങ്ങിയ തമിഴ് സിനിമയാണ് അസ്ത്രം. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ആഹാ വീഡിയോസ് ആണ്. ക്രൈം ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മെയ് 9 ആഹാ തമിഴ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയെക്കുറിച്ചാണ്. അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് അജിത് നായകനായി തൃഷ പ്രധാന റോളിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. തിയേറ്ററിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം നേടാതെ പോയ ഈ ആക്ഷൻ ഡ്രാമ ത്രില്ലർ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് ഈ സിനിമ നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് 10 Hours എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഗജരാജ് നായകനായി ഇളയരാജ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മെയ് 9 OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് റോബിൻ ഹുഡ് എന്ന സിനിമയെക്കുറിച്ചാണ്. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും മാർച്ച് മാസം തിയേറ്ററിലേക്ക് എത്തി നവീൻ, ശ്രീലീല എന്നിവർ തകർത്തഭിനയിച്ച ആക്ഷൻ ത്രില്ലർ തെലുങ്ക് സിനിമയാണ് റോബിൻ ഹുഡ്. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ZEE5 ആണ്. ഇപ്പോഴിതാ പുറത്തുവരുന്ന OTT റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മെയ് 9 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ZEE5 വഴി OTT റിലീസ് ചെയ്യുമെന്നാണ്. കാത്തിരിക്കാം ഈ തെലുങ്ക് സിനിമയുടെ OTT റിലീസിനായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് തുടരും എന്ന സിനിമയെക്കുറിച്ചാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ, ശോഭന എന്നിവർ പ്രധാന റോളിലെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് തുടരും. തിയേറ്ററിൽ വമ്പൻ കളക്ഷൻ നേടി 200 കോടിയിലേക്ക് കുതിക്കുന്ന സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആക്ഷൻ ഡ്രാമ ക്രൈം ത്രില്ലർ ജോണറിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം പകുതിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് അപ്ഡേറ്റ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ജൂൺ 20 ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.